നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസസ് മാഞ്ചസ്റ്റർ സിറ്റി ഈ സീസണിലെ രണ്ടാമത്തെ ഡെർബി എത്തിയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് അറ്റ് ഓൾഡ് ട്രാഫേർഡ്. നമുക്കറിയാം കഴിഞ്ഞ ഡെർബിയിലുള്ള അവസ്ഥ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ പരിതാപകരമായിട്ട് ആ കളി തോൽക്കുകയുണ്ടായി. അപ്പോൾ ഈ കളിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ്. അന്ന് അറ്റ്ലീസ്റ്റ് നമുക്കൊരു സ്റ്റഡി മാനേജർ, ഒരു സ്റ്റഡി ടീം ഉണ്ടായിട്ടാണ് നമ്മളന്ന് ആ ലെവലിൽ തോറ്റത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമറും മാറി, ഫ്ലെച്ചർ വന്നു, ഫ്ലെച്ചർ മാറി, ഇപ്പോൾ മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ ഫസ്റ്റ് ഗെയിമാണ്. സോ ദിസ് ഗെയിം ഇതിന് അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം ഓഫ് ഫയർ എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു കോച്ച് പുതിയതായിട്ട് ടീമിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഗെയിം കിട്ടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ടീമോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ടീമിൻ്റെ കൂടെ ആകുവാണെങ്കിൽ ലൈക്ക് ദർ ആർ ചാൻസസ് ഓഫ് വിൻ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി, അതായത് ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് വീക്സ് ആയിട്ട് വളരെയധികം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് സിറ്റി. ദേ ആർ ഇൻ എ സ്ട്രെച്ച് ഓഫ് ഫോം എന്ന് വേണം തന്നെ പറയാനായിട്ട്. ആ ടീമിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പോകുന്നത്. മൈക്കിൾ കാരിക്കിൻ്റെ ഫസ്റ്റ് ഗെയിമാണ് ആൻഡ് ഇറ്റ് ഈസ് എ ബാപ്റ്റിസം ഓഫ് ഫയർ ഉറപ്പായിട്ടും. കാരണം അത്രയും എന്താ പറയുക, ടെൻഷനും ആൾക്കാർ ഇത്രയധികം നോക്കിക്കാണുന്ന ഒരു ഗെയിമാണ്. പുതിയൊരു ഇൻറ്ററിം മാനേജർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിപ്പെടുവാണ്. അപ്പം ഈ മാനേജർ എന്തായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു വജ്രായുധം ഇതിലേക്ക് കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള ലെവലിലേക്കാണ് ലോകം എത്തി നോക്കുന്നത് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഗെയിമിലേക്ക്. കാരിക്കിന് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. കാരണം ഫസ്റ്റ് ഗെയിം ഏറ്റവും വലിയ പരീക്ഷണമാണ് കിട്ടാനായിട്ട്. സിറ്റിയെ പോലുള്ളൊരു ടീമിനെ കിട്ടിയത് തന്നെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. അപ്പം ആ ഒരു പരീക്ഷണം വിജയിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആസ് എ കോച്ച് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എങ്ങനെയായിരിക്കും ഈ ഗെയിമിനെ സമീപിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഫാൻസ് മൊത്തവും നോക്കിക്കാണുന്നത്. കാരണം നമുക്കറിയാം കാരിക്ക് ഇതുവരെയ്ക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു 3 ഗെയിംസിലാണ് കോച്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇൻറ്ററിം ആയിരുന്ന സമയത്ത് അതിൽ 2 കളി വിജയവും 1 കളി സമനിലയായിട്ടുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതുവരെയ്ക്കും ഒരു കളി തോറ്റിട്ടില്ല 3 കളിയിൽ. അപ്പോൾ ഇത് ഫസ്റ്റ് ഗെയിമാണ്. ഇനി അങ്ങോട്ടേക്ക് തന്നെ ഒരു 17 ഗെയിംസ് ബാക്കിയുണ്ട്. അപ്പം ഒരു ഹാഫ് സീസൺ മൊത്തത്തിൽ തന്നെ കയ്യിലുള്ള ഒരു സ്ഥിതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ടീമുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഫാൻസ് വളരെയധികം നോക്കി കാണുന്ന ഉള്ളൊരു സാഹചര്യം തന്നെയാണ്. മിഡിൽസ്ബ്രോവിന് വേണ്ടിയിട്ട് കോച്ച് ചെയ്യുന്ന സമയത്ത് കാരിക്കിൻ്റെ ഒരു സ്ഥിരം ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 4-2-3-1 ഈ ഒരു ഫോർമേഷനിലായിരുന്നു കാരിക്ക് ടീമിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആദ്യത്തെ 1-2 സീസണിലൊക്കെ ആണെങ്കിൽ ഇവർ ചാമ്പ്യൻഷിപ്പിൻ്റെ അകത്ത് വളരെ താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ഒരു ടീമായിരുന്നു. അപ്പോൾ കാരിക്ക് വന്ന് ഈ ഒരു ഫോർമേഷൻ കൊണ്ടുവന്ന് പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ ഒരുക്കി കളിപ്പിച്ചു. അതിനുശേഷം അവർ പ്ലേ ഓഫിൽ വരെ എത്തുന്ന ഒരു സിറ്റുവേഷനായിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ ഐ മീൻ ലൈക്ക് ദർ ഇസ് സംതിങ് ഇൻ ഹിസ് ഗെയിം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം നമ്മൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ പല ആൾക്കാരും, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇതായിട്ട് കണ്ടു, ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളിലൊക്കെ പല ആൾക്കാരും ഒട്ടും പ്രതീക്ഷയില്ലാത്തുള്ള ഒരു ലെവലിലേക്കാണ് ഈ ഒരു ഗെയിമിനെ കാണുന്നത് തന്നെ. അപ്പം അതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഫാൻസിന് ഒരു പ്രതീക്ഷ ഇല്ലാതെ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചിരുന്നാൽ ഈ ഒരു ഗെയിമിൽ സംഭവിക്കാത്തത് സംഭവിക്കാം. കാരണം നമുക്കറിയാം ഡെർബി മത്സരങ്ങളാകുമ്പം അതിനകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ടീമായിരിക്കാം ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡെർബിയിലുള്ള മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പ്ലെയേഴ്സ് അതുവരേക്ക് കളിക്കുന്ന ഉള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കത്തില്ല ഡെർബി മാച്ചസിലേക്ക് എത്തുമ്പോൾ. അപ്പം അത് എല്ലായ്പ്പോഴും അങ്ങനെ ആണോന്നില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ കോച്ച് വരുന്ന ഒരു സീസൺ ബാക്കി, ഇത്രയും ഗെയിംസ് ബാക്കിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ന്യൂ മാനേജർ ബൗൺസ് സംഭവിക്കാനായിട്ടുള്ളൊരു സാധ്യത ഉള്ളൊരു ഗെയിമാണ്. ഇതുവരെയ്ക്ക് കഴിഞ്ഞ ഒരു 2-3 കോച്ചുകൾ വന്നപ്പോഴൊന്നും നമുക്ക് ഈ ന്യൂ മാനേജർ ബൗൺസ് സംഭവിച്ചിട്ടില്ല. നമ്മുടെ പ്ലേയേഴ്സിനൊന്നും അതിലൊന്നും ഒരു ബോദറേഷൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഈ ഒരു ഗെയിമിൽ ആ ഒരു ന്യൂ മാനേജർ ബൗൺസ് സംഭവിക്കാനായിട്ടുള്ളൊരു സാധ്യതയും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഇതിൻ്റെ സാധ്യതയുടെ പുറത്ത് ചിലപ്പോൾ ലൈക്ക്
ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഓൾഡ് ട്രാഫോർഡിൽ കൂടെ ആകുമ്പോൾ എനിക്കറിയത്തില്ല, നമ്മുടെ ഫാൻസിൻ്റെ ഒരു പ്രഷറില്ലായ്മ നമ്മുടെ പ്ലെയേഴ്സിനെ അധികം ബാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഫാൻസ് അധികം പ്രഷർ കൊടുക്കാറില്ല. മുമ്പൊക്കെ ആണെങ്കിലും ഭയങ്കര നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലെ എൻവയൺമെൻറ്റ് അങ്ങനത്തെയാണ്. പ്ലെയേഴ്സിന് അത്രയധികം പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് ആ ഗെയിം ജയിക്കാനായിട്ടുള്ളതിനുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ കൂടുതലാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെ എനിക്കൊന്നും ഫാൻസ് അങ്ങനെ മുരടിച്ച് പോയെന്ന് തോന്നുന്നു. കാരണം ഇവരുടെ ഗെയിംസൊക്കെ കണ്ട് ഒരു മുരടിച്ച് പോയുള്ളൊരു സ്ഥിതിയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നതാണ് തോന്നുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഗെയിമിൽ ഫാൻസും കുറച്ചുകൂടെ ഉണർന്ന് നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഫാൻസിൻ്റെ ആ ഒരു മോട്ടിവേഷനും ഒരു പ്രഷറും കിട്ടുമ്പോൾ പ്ലെയേഴ്സിന് കുറച്ചുകൂടെ അത് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു ഇത് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സോ ഐ തിങ്ക് ദിസ് ഗെയിം ക്യാൻ ബി ഗെയിം ചേഞ്ചർ. കാരണം മൈക്കിൾ കാരിക്കിന് മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് നേടിയെടുക്കുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്ന കാര്യം. സോ അതിന് വേണ്ടിയിട്ട് ലൈക്ക് ഹീ വുഡ് ഡെഫിനറ്റ്ലി ട്രൈ ടു ബ്രിങ് ഹിസ് ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഗെയിം പ്ലാൻ എല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള സാധ്യത നിൽക്കുവാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോച്ചിൻ്റെ ടാക്ടിക്സ് വിജയിക്കാനായിട്ട് ഇടയാകുവാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ബിഗ് ബൂസ്റ്റ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം ചാമ്പ്യൻസ് ലീഗ് കിട്ടിയാലേ നമുക്ക് അതിനുള്ള പ്രൈസ് മണി ആ ഒരു അതിൻ്റെ അകത്ത് കിട്ടുന്ന ഫണ്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് വേണം ടീമിന് അടുത്ത സീസണിലേക്ക് ഉയർത്തി കൊണ്ടുവരാനായിട്ട്. സോ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരണമെങ്കിലൊക്കെ ആണെങ്കിൽ വി നീഡ് മണി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കയ്യിലില്ലാത്തതും അത് തന്നെയാണ്, ഫണ്ടാണ് ഇല്ലാത്തത്. സോ ദിസ് സീസൺ റെസ്റ്റ് ഓഫ് ദി ഗെയിംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതിനൊരു തുടക്കം എന്നുള്ള ലെവലിൽ തന്നെ ഈ ഒരു ഗെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ജയിക്കുക എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് അഥവാ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് ബൂസ്റ്റ്. പിന്നെ ഈ ഗെയിമിൻ്റെ ഫോർമേഷൻ ഞാൻ പറഞ്ഞ പോലെ കാരിക്ക് കളിക്കുന്ന പറഞ്ഞാൽ 4-2-3-1 എന്നുള്ള ലെവലാണ്. അപ്പോൾ ബാക്ക് ഫോർ നോക്കിക്കഴിഞ്ഞാൽ ലിച്ച ഉണ്ടാവും. പിന്നെ അതിനുശേഷം യോറോ ആണോ അല്ലെങ്കിൽ ഹെവൻ ആയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യം. പിന്നെ ലെഫ്റ്റിൽ ലൂക്ക് ഷോ ആയിരിക്കും ലൈക്ക് മോസ്റ്റ് പ്രോബ്ലി വരുന്നത്. പിന്നെ റൈറ്റിൽ ഡാലോയുടെ ഒരു സൈഡാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നത്. ബിക്കോസ് അവരുടെ ടീമിൽ ഡോക്കു ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ്. എന്ന് വെച്ചാൽ എതിരാളികളെ വെട്ടിച്ചൊക്കെ കയറി പോകാനായിട്ടുള്ള ലെവലിൽ നിൽക്കുന്നൊരു പ്ലെയറാണ്. അപ്പം പ്രത്യേകിച്ച് ഡാലോവിനെ പോലെ ഒരു പ്ലെയറിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞിരുന്നാൽ വലിച്ചു കയറി ഒട്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മിഡിൽ രണ്ടുപേര് കാസമീറോ എന്തായാലും വേണം. കാസമീറോ ആണ് ആ ടീമിനൊന്ന് എന്താ പറയുക ഗ്ലൂ ചെയ്യിപ്പിച്ച് നിർത്തുന്നത്. ആ ഒരു മിഡ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കെൽപ്പുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ കാസമീറോ ആണ്. സോ ഹീ ഷുഡ് ബി ദെയർ. കാസമീറോയുടെ കൂടെ മെയിനു അല്ലെങ്കിൽ ഉഗാർട്ടെ. അപ്പം കാരിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ 2-3 മാസം മുമ്പ് നടന്നൊരു ഇൻ്റർവ്യൂയുടെ സമയത്ത് കാരിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹി വുഡ് ബിൽഡ് എ ടീം അറൗണ്ട് കോബി മെയിനു എന്നുള്ളൊരു വാക്ക് അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മേ ബി ഹി വിൽ ബ്രിങ് കോബി മെയിനു ടു ദാറ്റ് ഡബിൾ പിവറ്റിൻ്റെ അകത്തുള്ള ഒരു പ്ലെയറായിട്ട് മെയിനു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസ്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കരിയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഹി വിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലോഡ് ഇൻ ദിസ് ഗെയിം. ബിക്കോസ് എന്താ പറയുക ബ്രൂണോയുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് നാളായി. സോ ഐ തിങ്ക് ദർ ഷുഡ് ബി സംതിങ് ഇൻ ദിസ് ഗെയിം ഫ്രം ബ്രൂണോ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ലൈൻ എന്ന് പറയാനായിട്ട് എംബൂമോ തിരിച്ചു വരുന്നുണ്ട്. അപ്പം എംബൂമോ റൈറ്റിൽ ഉണ്ടാവും. ലെഫ്റ്റിൽ മത്യാസ് കുന്യയുടെ ഒരു സംശയം പറയുന്നുണ്ട് പല ആൾക്കാരും. കുന്യന് പകരം മേ ബി അമാദ് ആ ഒരു പൊസിഷനിൽ കളിക്കാൻ അല്ലെങ്കിൽ മൗണ്ട് ആ ഒരു പൊസിഷനിൽ കളിക്കണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. ആൻഡ് ദെൻ അപ്പ് ഫ്രണ്ട് സെസ്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഡിക്റ്റഡ് ലൈനപ്പ്. എൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ് ഇങ്ങനെയായിരിക്കും. സോ വാട്ട് ഡു യു തിങ്ക്? ഏതൊരു പ്ലെയറിനെ ആയിരിക്കാം കൊണ്ടുവരാൻ സാധ്യതയുള്ളത്? ഏത് പ്ലെയർ ഈ ഒരു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പൊസിഷനിൽ നിന്ന് ആരെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പ്ലെയറിനെ കൊണ്ടുവരണോ എന്നുള്ളത് ലൈക്ക് കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ സ്കോർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഗെയിമിൽ അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഒരു ഗെയിമാണ്. സോ ഐ ആം എ പേഴ്സൺ who believes in miracles. So I am going with a Manchester United win. Okay, so ഒരു ന്യൂ മാനേജർ ബൗൺസ്, കാരിക്കിൻ്റെ
ഒരു എന്താ പറയുക ഒരു സ്പാർക്ക് ടീമിലേക്ക് വരുന്നതിൻ്റെ ഇത് വെച്ചിട്ട് ലൈക്ക് ഐ ആം പ്രഡിക്റ്റിംഗ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൻ. അത് സ്കോർ ലൈൻ ഐ വുഡ് ഗോ ഫോർ എ 2-1 വിൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ വാട്ട് ആർ യുവർ പ്രഡിക്ഷൻസ്? നിങ്ങൾ എന്താണ് പറയുന്നത്? ലൈക്ക് എന്തായിരിക്കും ടീമിൻ്റെ സ്കോർ ലൈൻ, പിന്നെ ഫോർമേഷൻ എന്തായിരിക്കും, ലൈക്ക് വിച്ച് ഓൾ പ്ലെയേഴ്സ് വുഡ് കം, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ്ലി പുട്ട് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, കീപ് സപ്പോർട്ടിങ്. ബൈ.